യോഹന്നാൻ എഴുതിയ 1, 2, 3 ലേഖനങ്ങൾ. 1 യോഹന്നാൻ യഥാർത്ഥത്തിൽ ആരാണ് എഴുതിയതെന്ന് നമുക്കറിയില്ല. പക്ഷേ 2ഉം 3ഉം യോഹന്നാൻ എഴുതിയത് മൂപ്പൻ എന്ന് വിളിക്കപ്പെട്ട ഒരാളായിരുന്നു. ഈ 3 ലേഖനങ്ങളുടെയും ഭാഷയും ശൈലിയും ഒരുപോലെയാണ്. യോഹന്നാന്റെ സുവിശേഷത്തോടും സാമ്യമുണ്ട്. അതുകൊണ്ട് ഭൂരിഭാഗം ആളുകളും ചിന്തിക്കുന്നത് ഇവയെല്ലാം യേശു സ്നേഹിച്ച ശിഷ്യൻ ആണെന്നാണ്. ഇപ്പോൾ അത് 12 അപ്പോസ്തലന്മാരിൽ ഒരുവനായ സെബദിയുടെ മകൻ യോഹന്നാൻ ആയിരിക്കാം. അല്ലെങ്കിൽ യേശുവിന്റെ ആദ്യകാല ശിഷ്യന്മാരിൽ ഒരുവനായ മൂപ്പൻ എന്നറിയപ്പെടുന്ന യോഹന്നാൻ ആയിരിക്കാം. ഇത് ഏത് യോഹന്നാൻ ആയിരുന്നാലും അദ്ദേഹം ഇപ്പോൾ തന്റെ വാർദ്ധക്യത്തിലാണ്. അപ്പോൾ തന്നെ അദ്ദേഹം പുരാതന എഫെസോസ് പട്ടണത്തിനു ചുറ്റുമുള്ള ഭവനസഭകളുടെ ശൃംഖലയ്ക്ക് നേതൃത്വം വഹിക്കുന്നുമുണ്ട്. ഈ സമൂഹങ്ങൾ രൂപീകരിച്ചിരിക്കുന്നത് ഭൂരിഭാഗവും യേശുവിന്റെ അനുയായികളായ യഹൂദരാൽ ആണെന്ന സുവിശേഷത്തിൽ നിന്നും ഈ ലേഖനങ്ങളിൽ നിന്നുമുള്ള സൂചനകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അടുത്തിടെ അവർ ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നുപോയതും അത് ഈ ലേഖനങ്ങൾ എഴുതുവാൻ യോഹന്നാനെ പ്രേരിപ്പിച്ചതും നമുക്ക് ഇവയിൽ നിന്നും മനസ്സിലാക്കാം. ഒരു വിഭാഗം ജനങ്ങൾ ഈ സഭകളിൽ നിന്നും വേർപെട്ടുപോയെന്ന് അവൻ സൂചിപ്പിക്കുന്നു. ഈ ജനം ഇപ്പോൾ യേശുവിനെ ഇസ്രായേലിന്റെ മശിഹായായിട്ടോ ദൈവപുത്രനായിട്ടോ അംഗീകരിക്കുന്നില്ല. അങ്ങനെ അവർ സഭകളോട് വിശ്വസ്തയോടെ നിന്നവരുടെ ഇടയിൽ വിദ്വേഷം കൊണ്ടുവരുന്നു. വാസ്തവത്തിൽ 2ഉം 3ഉം യോഹന്നാൻ ഈ സംഘർഷങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. യോഹന്നാന്റെ 2ാം ലേഖനം ഒരു പ്രത്യേക ഭവന സഭയ്ക്കുള്ള മുന്നറിയിപ്പാണ്. അവിടെ യേശുവിനെ നിഷേധിക്കുന്ന ആളുകളുണ്ട്. യോഹന്നാൻ അവരെ വിളിക്കുന്നത് വഞ്ചകന്മാർ എന്നാണ്. അവർ ഒരുപക്ഷെ ഒരു സാധൂകരണത്തിനോ പിന്തുണയ്ക്കു വേണ്ടിയോ വരികയായിരിക്കാം. എന്നാൽ ഈ സഭാസമൂഹം അവയൊന്നും നൽകേണ്ടതില്ല. 3 യോഹന്നാൻ യഥാർത്ഥത്തിൽ ഈ ഭവനസഭകളിലെ ഒരു അംഗമായ ഗായോസ് എന്നു പേരുള്ള ഒരു മനുഷ്യന് എഴുതിയതാണ്. മൂപ്പൻ അവനോട് അവിടെ പെട്ടെന്ന് എത്തിച്ചേരുവാൻ പോകുന്ന യഥാർത്ഥ മിഷണറിമാരെ സ്വാഗതം ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു. അവൻ ഇത് അവനോട് ചെയ്യുവാൻ പറയേണ്ടി വന്നത് ആ സഭാസമൂഹത്തിലെ നേതാവായിരുന്ന ദിയോത്രെഫേസ് ഒരു വിഡ്ഢിയെപ്പോലെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുകയും മൂപ്പനായ യോഹന്നാനോട് ബന്ധമുള്ള ആരെയും അവൻ തള്ളിക്കളയുകയും ചെയ്തുകൊണ്ടിരുന്നതിനാലാണ്. അതുകൊണ്ട് ഈ ലേഖനങ്ങൾ യോഹന്നാൻ ഈ സഭകളിൽ അഭിമുഖീകരിച്ച സമ്മർദ്ദത്തിലേക്കും സംഘർഷത്തിലേക്കുമുള്ള ഒരു ജാലകം തുറന്നിടുന്നു. സംഭവിച്ച നാശത്തെ നിയന്ത്രണത്തിൽ കൊണ്ടുവരേണ്ടതിനുള്ള ഒരു മറുപടിയായാണ് 1 യോഹന്നാൻ എഴുതിയിരിക്കുന്നത്. മശിഹ യേശുവിൽ ഇപ്പോഴും വിശ്വസിക്കുന്നവർ അവർ സത്യം മുറുകെ പിടിക്കുമ്പോൾ അവരോടുകൂടെ ദൈവമുണ്ടെന്ന് മൂപ്പൻ അവർക്ക് ഉറപ്പു നൽകുന്നു. അങ്ങനെ ഇതെല്ലാം നമ്മെ 1 യോഹന്നാന്റെ വിശിഷ്ടതയെ മനസ്സിലാക്കുവാൻ സഹായിക്കുന്നു. ഇത് യഥാർത്ഥത്തിൽ ഒരു ലേഖനമേ അല്ല. ഇത് കൂടുതലായും ഈ സഭകൾക്കെല്ലാമായി എഴുതിയ ഒരു കാവ്യാത്മകമായ പ്രസംഗം പോലെയാണ്. താൻ പുതിയ വിവരങ്ങൾ ഒന്നും അറിയിക്കുകയല്ലെന്ന് യോഹന്നാൻ പറയുന്നു. വാസ്തവത്തിൽ 1 യോഹന്നാനിലെ മിക്കവാറും എല്ലാ മുഖ്യ ആശയങ്ങളും വാക്കുകളും യോഹന്നാന്റെ സുവിശേഷത്തിലെ യേശുവിന്റെ ഉപദേശങ്ങളിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് അവരെ ഓർമ്മിപ്പിക്കുകയും ഈ ക്രൈസ്തവരെ അവർ വിശ്വസിക്കുന്നുവെന്ന് പറയുന്നതിൽ സത്യത്തോടെ നിൽക്കുവാനും പ്രേരിപ്പിക്കുക എന്നതാണ് യോഹന്നാന്റെ ലക്ഷ്യം. യോഹന്നാന്റെ പ്രഭാഷണത്തിലെ കാവ്യാത്മകത വളരെ മനോഹരമാണ്. അവൻ തന്റെ ആശയങ്ങളെ ഒരു നേർരൂപത്തിലോ യുക്തിപരമായോ അല്ല വിശദീകരിക്കുന്നത്. മറിച്ച് ആ കാലത്തെ അറിയപ്പെടുന്ന ഒരു പുരാതന പ്രഭാഷണ രീതിയായ വിശദീകരണം എന്നതിനെയാണ് അവൻ ഉപയോഗിക്കുന്നത്. ജീവനെയും സത്യത്തെയും സ്നേഹത്തെയും കുറിച്ചുള്ള ചില മുഖ്യ ആശയങ്ങൾ മാത്രമാണ് യോഹന്നാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ഓരോ തവണയും ഒരു വ്യത്യസ്തമായ കാഴ്ചപ്പാട് അല്ലെങ്കിൽ ഊന്നൽ നൽകിക്കൊണ്ട് അവൻ ഈ ആശയങ്ങളെ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു. അവൻ അനേകം അലങ്കാര വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. മാത്രമല്ല അവൻ വെളിച്ചവും അന്ധകാരവും സ്നേഹവും വിദ്വേഷവും നന്മയും തിന്മയും എന്നിങ്ങനെ ലളിതമായ സാദൃശ്യങ്ങൾ കൊണ്ടുള്ള പൂർണ്ണമായ വൈരുദ്ധ്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ 1 യോഹന്നാന്റെ ഈ ലളിതമായ അവതരണങ്ങൾ കാരണം ഇതിനെ വില കുറച്ച് കാണരുത്. ഈ ലേഖനം വളരെ അഗാധമായ ഒന്നാണ്. ഒരു വ്യക്തമായ ആമുഖവും ഉപസംഹാരവും 1 യോഹന്നാനുണ്ട്. ഇവ രണ്ടിനുമിടയിലുള്ള പ്രഭാഷണത്തിന്റെ ഒഴുക്ക് ഏതെങ്കിലും ഒരു കർക്കശമായ സാഹിത്യ രൂപകൽപ്പന പിന്തുടരുന്നില്ല. പക്ഷേ 2 വലിയ വിഭാഗങ്ങൾ കാണുവാൻ കഴിയും. ഓരോന്നും ഇതാകുന്നു സന്ദേശം എന്ന ആമുഖപദത്തോടെയാണ് തുടങ്ങുന്നത്. പിന്നീട് ആദ്യം ദൈവം എങ്ങനെയാണ് വെളിച്ചമാകുന്നതെന്നും പിന്നെ ദൈവം എങ്ങനെയാണ് സ്നേഹമാകുന്നതെന്നും ഉള്ള സാദൃശ്യങ്ങളുടെ ഒരു ആവർത്തനമാണ്. ഈ 2 വിഭാഗങ്ങളിലെ എല്ലാ ആശയങ്ങളും ഒഴുകിത്തിരിഞ്ഞ് ഈ 2 പ്രധാന ആശയങ്ങളിലേക്ക് വരുന്നു. അതുകൊണ്ട് ഇതിന്റെ ആമുഖം യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ആമുഖവുമായി വളരെ സാമ്യമുണ്ട്. ഇതിൽ ഉൽപ്പത്തി 1-ാം അധ്യായത്തിന്റെയും സദൃശ്യവാക്യങ്ങൾ 8-ാം അധ്യായത്തിന്റെയും പ്രതിധ്വനികൾ ഉണ്ട്. യോഹന്നാൻ ആദിയിൽ ദൈവത്തോടു കൂടെയുണ്ടായിരുന്ന ജീവന്റെ വചനത്തെക്കുറിച്ച് സംസാരിക്കുന്നു. യോഹന്നാന് ദൈവം എന്ന പദം ഈ ലോകത്തിലേക്ക് ജീവൻ കൊണ്ടുവരുവാൻ വന്ന പിതാവിനെയും പുത്രനെയും ആണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് പുത്രനെ കണ്ടവരെയും കേട്ടവരെയും സ്പർശിച്ചവരെയും ഞങ്ങൾ എന്ന് വിളിക്കുന്നു. യോഹന്നാൻ ഇവിടെ യേശുവിന്റെ ദൃക്സാക്ഷികളായിരുന്ന തന്നെയും അപ്പോസ്തലന്മാരെയും കുറിച്ചാണ് പരാമർശിക്കുന്നത്.
അതുകൊണ്ട് ഞങ്ങളുടെ പക്കൽ നിങ്ങൾക്കായി ഒരു സന്ദേശമുണ്ട്. ഇവിടെ നിങ്ങൾ എന്ന് വിളിക്കുന്നത് വരാൻ പോകുന്ന തലമുറയായ യേശുവിന്റെ അനുയായികളെയാണ്. അതുകൊണ്ട് അപ്പോസ്തലന്മാർ ജീവന്റെ വചനം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുമ്പോൾ ഈ മറ്റുള്ളവരും അപ്പോസ്തലന്മാരിലൂടെ പിതാവിന്റെയും പുത്രന്റെയും കൂട്ടായ്മയിലേക്ക് കൊണ്ടുവരപ്പെടുന്നു. ഇവിടെ കൂട്ടായ്മ എന്ന പദം ഗ്രീക്ക് ഭാഷയിൽ കൊയ്നോനിയ എന്നാണ്. അതിനർത്ഥം പങ്കാളിത്തം അഥവാ പങ്കുവയ്ക്കൽ എന്നാണ്. അപ്പോസ്തലന്മാരിലൂടെ ജനം യേശുവിനെക്കുറിച്ചുള്ള സന്ദേശം കേൾക്കുമ്പോൾ അത് യേശുവിനോടുള്ള ഒരു യഥാർത്ഥ ബന്ധത്തിലേക്കും ദൈവത്തിന്റെ സ്വന്തം സ്നേഹത്തിലും ജീവിതത്തിലുമുള്ള ഒരു യഥാർത്ഥ പങ്കാളിത്തത്തിലേക്കും അവരെ കൊണ്ടുവരുന്നു. അതുകൊണ്ട് ഇത് പ്രാരംഭത്തിലെ പ്രധാന ഭാഗത്തേക്ക് ഒഴുകുന്നു. ഇതാണ് സന്ദേശം. ദൈവം വെളിച്ചമാകുന്നു. ഇതാണ് അപ്പോസ്തലന്മാരുടെ സന്ദേശം. യേശുവിൽ വെളിപ്പെട്ട ദൈവം വെളിച്ചമാകുന്നു. അതുകൊണ്ട് യേശുവിലൂടെ ദൈവത്തിന്റെ ജീവനിൽ പങ്കാളിയാകുവാൻ ജനം ആഗ്രഹിക്കുന്നെങ്കിൽ അവർ വെളിച്ചത്തിൽ നടക്കേണ്ടത് അനിവാര്യമാണ്. അത് ശരിക്കും മനോഹരമായ ഒരു സാദൃശ്യമാണ്. എന്നാൽ എന്താണ് അതിന്റെ അർത്ഥം? യോഹന്നാന് ഇത് യേശുവിന്റെ കൽപ്പനകളെ കാത്തുകൊള്ളുക എന്നതാണ്. അത് വളരെ കഠിനമാണ്. അതുകൊണ്ട് നിങ്ങൾ പരാജയപ്പെടുമ്പോൾ യേശുവിന്റെ പ്രായശ്ചിത്ത മരണം നിങ്ങളുടെ പാപങ്ങളെ മറയ്ക്കും. അങ്ങനെ ഒരിക്കൽ കൂടെ എഴുന്നേറ്റ് യേശുവിന്റെ ഉപദേശങ്ങളെ അനുസരിക്കുവാൻ നിങ്ങൾ വിളിക്കപ്പെട്ടവരാണ്. പക്ഷേ അവന്റെ ഉപദേശങ്ങളിൽ ഏതാണ്? യോഹന്നാൻ സഭകളെ യേശു അവസാന അത്താഴത്തിൽ ശിഷ്യന്മാർക്ക് നൽകിയ പഴയതും പുതിയതുമായ കൽപ്പനയെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു. അവൻ അവരെ സ്നേഹിച്ചതുപോലെ അവർ പരസ്പരം സ്നേഹിക്കുക. അങ്ങനെ ചെയ്യുന്നതാണ് വെളിച്ചത്തിൽ നടക്കുക എന്നത്. ഇപ്പോൾ ദൈവത്തിന്റെ വെളിച്ചം യേശുവിലൂടെ പ്രകാശിക്കുന്നെങ്കിൽ അതിനർത്ഥം ഈ ലോകത്തിന്റെ അന്ധകാരം മാറിപ്പോകുന്നു എന്നാണ്. അത് ഇതുകൂടെ അർത്ഥമാക്കുന്നു. ദൈവത്തിന്റെ മക്കൾക്ക് ഇപ്പോഴേ ഈ നിമിഷത്തിൽ തന്നെ ഈ ലോകത്തെ ഭരിക്കുന്ന പാപത്തിനും തിന്മയ്ക്കും മരണത്തിനും മീതെ ജയമുണ്ട്. അതുകൊണ്ട് അത് സഭകളെ ആഹ്വാനം ചെയ്യുന്നതിലേക്ക് യോഹന്നാനെ നയിക്കുന്നു. ലോകത്തെ സ്നേഹിക്കരുത്, കാരണം അതും ഒഴിഞ്ഞുപോകുന്നതാണ്. അവൻ അഹങ്കാരത്തെയും ലൈംഗിക അഴിമതിയെക്കുറിച്ചുമാണ് ഇവിടെ പ്രത്യേകം പരാമർശിക്കുന്നത്. മിക്കവാറും ഈ പ്രശ്നങ്ങൾ സഭയിൽ സംഭവിച്ചുകൊണ്ടിരുന്ന സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അതിനാൽ ഇത് സമൂഹങ്ങളെ ഉപേക്ഷിക്കുകയും യേശു മശിഹായാണെന്ന് നിഷേധിക്കുകയും ചെയ്യുന്ന ജനങ്ങളെക്കുറിച്ച് സഭയ്ക്ക് മുന്നറിയിപ്പ് കൊടുക്കുവാൻ യോഹന്നാനെ നയിച്ചു. യോഹന്നാൻ അവരെ എതിർ ക്രിസ്തുക്കളെന്നും വഞ്ചകന്മാർ എന്നും വിളിക്കുന്നു. പക്ഷേ യേശുവിനെക്കുറിച്ചുള്ള സത്യം ഇപ്പോഴും അറിയാവുന്നവരാണ് യഥാർത്ഥ ദൈവമക്കളെന്നും വാസ്തവത്തിൽ അവർ പിതാവിനാൽ സ്നേഹിക്കപ്പെടുന്നുവെന്നും അവന് ഉറപ്പാണ്. അവർ നീതി ചെയ്യുകയും പരസ്പരം സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ കോപവും കലഹവും ഭിന്നതയും സൃഷ്ടിക്കുന്ന വഞ്ചകന്മാരിൽ നിന്നും വ്യത്യസ്തമായി അവർ ദൈവത്തിന്റെ കുടുംബത്തിലെ അംഗങ്ങളാണെന്ന് കാണിക്കുന്നു. അങ്ങനെ ഇത് പ്രഭാഷണത്തിന്റെ രണ്ടാമത്തെ പ്രധാന ഭാഗത്തിലേക്ക് കടക്കുന്നു. യോഹന്നാൻ പറയുന്നു, ഇതാണ് അപ്പോസ്തലന്മാരുടെ സന്ദേശം. ദൈവം സ്നേഹമാകുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ മക്കൾ പരസ്പരം സ്നേഹിച്ച് വെറുപ്പ് ഉപേക്ഷിക്കണം. ഉൽപ്പത്തി 4 അധ്യായത്തിലെ കയീനെ പോലെ ആകരുതെന്ന് യോഹന്നാൻ പറയുന്നു. അവന്റെ വിദ്വേഷം അവനെ സഹോദരന്റെ കൊലപാതകത്തിലേക്ക് നയിച്ചു. എന്നാൽ ക്രൈസ്തവർക്ക് സ്നേഹത്തിന്റെ നിർവചനമെന്നാൽ മറ്റുള്ളവരുടെ ക്ഷേമത്തിനായി ഒരുവന്റെ ജീവനെ ത്യാഗമാക്കുക എന്നതാണ്. അതാണ് യേശു ചെയ്തത്. ദൈവത്തിന്റെ മക്കൾ അവർക്കായുള്ള ആ സ്നേഹത്തിൽ വിശ്വസിക്കുമ്പോൾ അത് അവരെ വ്യത്യാസപ്പെടുത്തുന്നു. അതുകൊണ്ട് യോഹന്നാൻ ഒരിക്കൽ കൂടി വഞ്ചകന്മാരെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നു. ഇത്തവണ അവൻ അവരെ കള്ളപ്രവാചകന്മാർ എന്ന് വിളിക്കുന്നു. യേശു മശിഹായാണെന്ന് അവർ നിഷേധിക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ അവർ ദൈവത്തിനു വേണ്ടി സംസാരിക്കുന്നുവെന്ന് അവകാശപ്പെടുന്നു. എന്നാൽ യോഹന്നാൻ ആത്മാക്കളെ വിവേചിക്കുവാൻ പറയുന്നു. ആരെങ്കിലും ദൈവത്തിൽ നിന്ന് സംസാരിക്കുന്നുവെന്ന് അവകാശപ്പെടുകയും പക്ഷേ ക്രൂശിക്കപ്പെട്ട ദൈവപുത്രനായ യേശുവിൽ കേന്ദ്രീകരിക്കാതിരിക്കുകയും ചെയ്യുന്നെങ്കിൽ അവർ ദൈവത്തിനു വേണ്ടിയല്ല സംസാരിക്കുന്നതെന്ന് യോഹന്നാൻ പറയുന്നു. ദൈവത്തിന്റെ യഥാർത്ഥ മക്കൾ അവരുടെ സമസ്ത ജീവിതവും ക്രൂശിക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുവിൽ കേന്ദ്രീകരിക്കുന്നു. കാരണം അവിടെയാണ് ദൈവത്തിന്റെ യഥാർത്ഥ ഹൃദയം വെളിപ്പെട്ടത്. ക്രൂശിൽ നാം ദൈവം സമ്പൂർണമായി സ്വയം നൽകുന്ന സ്നേഹത്തിന്റെ ഒരു വ്യക്തിയാണെന്ന് കാണുന്നു. അതിനാൽ ആ സ്നേഹമാണ് യേശുവിന്റെ അനുയായികളെ അതേ രീതിയിൽ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ നിർബന്ധിക്കുന്നത്. ജനം ഈ സ്നേഹത്തിന്റെ ദൈവത്തെ കണ്ടുമുട്ടുമ്പോൾ അത് എന്നേക്കുമായി ഭയത്തെയും വ്യാകുലതയെയും അകറ്റി നീക്കുന്നു. ഇത് ലോകത്തിന്മേൽ ജയം നേടുക എന്ന് യോഹന്നാൻ അർത്ഥമാക്കുന്നതിന്റെ ഒരു ഭാഗമാണ്. ദൈവം നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നുവെന്നും നിങ്ങൾക്ക് വലിയ ഇടർച്ചകളും പരാജയങ്ങളും ഉണ്ടായിരുന്നിട്ടും അവന് നിങ്ങളോട് അതിയായ താൽപ്പര്യമുണ്ടെന്നും നിങ്ങൾ തിരിച്ചറിയുമ്പോൾ ആ സ്നേഹം നിങ്ങളുടെ മുഴുവൻ ജീവിതത്തിന്റെയും ആധാരമായിത്തീരുന്നു. ഈ സ്നേഹമാണ് ക്രൂശിക്കപ്പെട്ട യേശുവിൽ വിശ്വസിക്കുന്നതിലൂടെ വരുന്നത്. ഇത് ആത്മാവിൽ നൽകപ്പെട്ട യേശുവിനെക്കുറിച്ചുള്ള ദൈവത്തിന്റെ സാക്ഷ്യത്തിൽ വിശ്വസിക്കുന്നതിലൂടെ വരുന്നു. ഇത് യേശുവിനെക്കുറിച്ചുള്ള അപ്പോസ്തലന്മാരുടെ സന്ദേശത്തിൽ വിശ്വസിക്കുക എന്നതാണ്. ഈ ദൈവസ്നേഹം നിങ്ങളെ മുറുകെ പിടിക്കുമ്പോൾ അത് നിത്യജീവനെ തുറന്നുതരുന്നു. ഇത് ദൈവത്തിന്റെ സാന്നിധ്യവും ജീവനും സ്നേഹവും വ്യാപിച്ച ഒരു ജീവിതമാണ്.
ഇത് ഇപ്പോൾ ആരംഭിച്ച് നിത്യതയോളം തുടരുന്നതാണ്. അതുകൊണ്ട് ഇത് യോഹന്നാനെ തന്റെ പ്രഭാഷണത്തിന്റെ അന്തിമ ഉപസംഹാരത്തിലേക്ക് നയിക്കുന്നു. അവൻ പറയുന്നു, ദൈവത്തിന്റെ പുത്രൻ വന്നുവെന്നും അതിനാൽ സത്യമായവനെ നമുക്ക് അറിയുവാൻ കഴിയുമെന്നും നാം അറിയുന്നു. നാം സത്യമായവനിലും അവന്റെ പുത്രനായ യേശുമശിഹായിലും ആകുന്നു. ഇതാണ് സത്യദൈവവും നിത്യജീവനും. ഇപ്പോൾ ആ വാചകം കേട്ടുകഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് തലചുറ്റുകയും നിങ്ങൾ ഒരുപക്ഷെ ചിന്തിക്കുകയുമായിരിക്കാം, ഇവിടെ സത്യമായവൻ എന്നത് ആരാണ്? ആരാണ് യഥാർത്ഥ ജീവൻ നൽകുന്നവൻ? അത് യേശുവാണോ അതോ ദൈവമാണോ? യോഹന്നാന്റെ മറുപടി അതെ, തീർച്ചയായും എന്നാണ്. യോഹന്നാന് യേശുവിനെ അല്ലാതെ മറ്റൊരു ദൈവത്തെ അറിയില്ല. അങ്ങനെ അവനും മറ്റ് അപ്പോസ്തലന്മാരും യേശുവിനെ നേരിട്ടപ്പോൾ അവർ കണ്ടെത്തിയത് നമ്മുടെ പരാജയങ്ങൾക്കിടയിലും നമ്മിൽ നിന്നും വിട്ടുനിൽക്കാതെ നമ്മെ ആഴമായി സ്നേഹിക്കുന്ന ദൈവത്തെയാണ്. ഈ ദൈവം നമ്മളെ വളരെ അതിശയിപ്പിക്കുന്നവനും തികച്ചും അപ്രതീക്ഷിതമായി പ്രവർത്തിക്കുന്നവനുമാണ്. ആകയാൽ യോഹന്നാന്റെ അന്തിമ വാക്കുകൾ നമ്മെ വിഗ്രഹങ്ങളിൽ നിന്നും അകന്നു നിൽക്കുവാൻ വിളിക്കുന്നു. അതായത്, ഈ അതിശയിപ്പിക്കുന്ന ദൈവത്തെ നമ്മുടെ സ്വന്തം സ്വരൂപത്തിൽ പുനർനിർമ്മിക്കുവാനുള്ള ഏതു പ്രലോഭനത്തെയും തടയുക എന്നതാണ്. യേശുവിനെ അറിയുകയെന്നാൽ സൃഷ്ടിതാവും ജീവൻ നൽകുന്നവനും മറ്റുള്ളവരെ കേന്ദ്രീകരിച്ചുള്ള സ്നേഹത്തിന്റെ ഉറവിടവുമായ ദൈവത്തെ അറിയുക എന്നതാണ്. യോഹന്നാൻ പറയുന്നു, ഇതാണ് ഏക സത്യദൈവം. ഇതാണ് യോഹന്നാന്റെ ലേഖനങ്ങളുടെ ഉള്ളടക്കം.